Good afternoon, everyone. Good afternoon. Class ലാരെങ്കിലുണ്ടോ? Good afternoon, ma'am. Yeah, good afternoon. Okay. സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. എന്തായാലും ജോയിൻ ചെയ്തില്ല. ലേറ്റ് ആവോ അല്ലെങ്കിൽ? സാബിറ. ഹലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം. എല്ലാവരും ജോയിൻ ആവുന്നേ ഉണ്ടോ? മാഡം പറഞ്ഞത് ഞാൻ കേട്ടില്ല കേട്ടോ. പുറത്താണ്, പക്ഷെ ഒന്നുകൂടി പറയോ? എല്ലാവരും ജോയിൻ ആവുന്നേ ഉള്ളൂ എന്നാ ചോദിച്ചേ. ക്ലാസ്സിൽ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ. റോഷ്ന. മാം ഉണ്ട്. ഓരോരുത്തരായിട്ട് വരുന്നേ ഉള്ളൂ. പ്രയർ ചെല്ലിയോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വെയിറ്റ് ചെയ്യണമല്ലെങ്കിൽ. ഓക്കെ മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് വിത്ത് പ്രയർ, 3 ആൻഡ് സൈനിങ്. പ്രയർ ചൊല്ലാട്ടോ ഞാൻ. We shall overcome, we shall overcome, we shall overcome someday. I deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. I deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Okay, then 3 and our signing. ഞാനാ മാം, റോഷൻ. ഞാനൊരു ആക്ഷൻ സോങ് ആണ്. ക്യാമറ ഓൺ ആക്കട്ടെ. കാണുന്നുണ്ടോ? Good afternoon, ma'am. Good afternoon, butterfly, butterfly. Butterfly, butterfly, float around. Butterfly, butterfly, touch the ground. Butterfly, butterfly, stop, ma'am, free. Butterfly, butterfly, reach the sky. Butterfly, butterfly, so goodbye. Thank you, ma'am. Okay, yeah, very good. ഞാൻ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കി വെച്ചു, പക്ഷെ അത് പറക്കുന്നില്ല. അത് ക്ലോസ് ചെയ്ത് കാണിക്കാമോ? പേപ്പർ ആണോ? ഓക്കെ, യാ. Then signing. സൈൻ ഇൻ അല്ലേ ഇപ്പൊ പറഞ്ഞത്? Life is full of problems. Problem is not permanent. Life is limited. So face the problem with confidence and enjoy every moment of your life. Thank you. Okay. ഞാൻ പറയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നിങ്ങളത് കണ്ടക്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സ്ട്രെങ്ത് ഇത്രയൊക്കെ ഉണ്ടോ ക്ലാസ്സില്? എല്ലാരും വന്നോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് നിർത്തിയില്ല അല്ലെ? ഒരു സെൽഫ് ഇൻട്രോ ചെയ്തു, കുറച്ചുകൂടെ ഒന്ന് എല്ലാവരെയും ഒന്ന് എന്താണ് അറിയാൻ പറ്റി. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാ. റെഡിയാണോ?
എന്താണ് ആക്റ്റീവ് ആണോ നിങ്ങള്? ആക്റ്റീവ് ആണ് മാം. ഞങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ മാഡം പറഞ്ഞതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ പറയുന്നതൊക്കെ പൊട്ട തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്നാലും എല്ലാവരും ശ്രമിക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റ് തന്നിട്ടുണ്ട്. സംസാരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്നും ഉൾക്കൊണ്ട് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താം എന്നുള്ള രീതിയിൽ. വെരി ഗുഡ്. ഇംപ്രൂവ് ആവട്ടെ എല്ലാവരും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? കുറച്ച് പേരൊന്നും പറഞ്ഞില്ല. ആർക്കെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് പറയാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല, ക്ലാസ്സിൽ പറഞ്ഞ താല്പര്യമുണ്ട്. പറയൂ. My name is Fatima. I am from Trivandrum. I have complete 12th grade. I have a 6-member family. My hobby, singing, listening song, and watching movie. I want to be a Montessori teacher. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ പറയാം. Good afternoon, everyone. My name is Salma. I'm from Kodungalur in Thrissur district. I have 2 children. Elder one is studying 6th standard, and younger son is 2.5 years old. And my husband is working a businessman in a bakery shop. And then I completed my degree at MESS Mavi College, and Okay, I want to become a teacher in Montessori. Now I am a student in Smart 3. My hobbies are listening music, watching comedy movies and thriller movie also. That's all. ഓക്കെ. അപ്പൊ അടുത്താണ് കൊടുങ്ങല്ലൂര്, അടുത്താണല്ലോ. കൊടുങ്ങല്ലൂർ എവിടെയാ? കാര. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞതല്ലേ, ഏറ്റവും ഒട്ടും സംസാരിക്കാത്ത ക്ലാസ് ഇതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് എല്ലാവരും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ സൈലന്റ് ആണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മാം, പറയാത്തവർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്നെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഒറ്റ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ തന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരിക്കണത്. അപ്പൊ പറയാത്തവരൊക്കെ ഒന്ന് പറയൂ. ഞാൻ പറയട്ടെ സജിത. കേൾക്കാമോ മാം? ക്യാമറ ഓൺ ചെയ്തിട്ട് എനിക്കവിടെ കാണായിരുന്നു. It's my pleasure to introduce myself to you. I am Sajida Jacob. I am English വലിയ വശമില്ല കേട്ടോ, എന്നാലും നോക്കുകയാണ്. I am 38 years old. I am from ചേലക്കര. പിന്നെ my hobbies, I like listening to music. I belong to a 4 members family. My husband, 2 children, and I also. Bye, see you. പോവാണോ? മലയാളത്തിൽ പറയൂ. ഓക്കെ, എന്താണ് ആഗ്രഹം? എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? എന്താണ് പറയൂ സജിത.
എന്റെ ആഗ്രഹം എന്നുള്ളത് എനിക്ക് ഇപ്പൊ ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് വളരെ ഇഷ്ടമായി. ഇതിന്റെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ അങ്ങനെ ഇത് പറ്റും, എന്നെ കൂടി ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡന്റോട് കൂടി വന്നതാണ്. പിന്നെ ഇംഗ്ലീഷായിരുന്നു എനിക്ക് ടഫ്. പിന്നെ ശ്രമിച്ച് ഞാൻ എത്തും. ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെയെങ്കിലും പറയാൻ പറ്റിയല്ലോ. അതെ, എങ്കിലും പറയാൻ പറ്റില്ല. അതന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ ഈ അങ്ങോട്ട് ഇത് നന്നായിട്ട് സംസാരിക്കും. ഓക്കെ, താങ്ക് യു മാം. Okay, yeah. Then who is next? Okay, ആരുമില്ല? കഴിഞ്ഞു? ഞാൻ പറയാം മാം. റോഷ്ന. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഞാൻ പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. First of all, thank you for the opportunity to introduce myself. My name is Roshna. I am from Alappuzha Mandal. I am married, not children. My hobbies, I like to cooking, music, about my life. My husband, driver. My dreams, I wanted to become a teacher. My favorite color in pink. Thank you. Okay. Yeah. ഇനി ആരെങ്കിലും? ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാലോ. നമ്മൾ എവിടെ വരെ എടുത്തു എന്ന് പറയാമോ? പറയൂ. ആ ചാപ്റ്റർ മിസ് അത്രയും ആണ് പഠിക്കാനുള്ളൂ എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇനി ടെൻസിന്റെ പാഠത്തിൽ വേണം. ഓക്കെ, വെർബ് നമ്മൾ ഏകദേശം ഇത്രയും പോർഷൻ കവർ ചെയ്ത് വെച്ചു. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നിരുന്നോ വെർബിന്റെ? മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നോ? മോക്ക് ടെസ്റ്റ് വന്നിരുന്നു. വന്നു? രണ്ട് ചാപ്റ്ററിന്റെ ഒരുമിച്ച് വന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 4 ടെൻസ് ആണ്. ടെൻസിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. ഓക്കെ, കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ടെൻസിലേക്ക് പോകാൻ പറ്റൂ. Yeah, so we move on the next chapter. I think unit 6 ആണ്. 4 and 5 ഇപ്പോൾ എടുക്കുന്നില്ല. നമ്മള് ടെൻസിലേക്ക് ശേഷമാണ് 5 എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 4, 5 അങ്ങനെ എടുക്കട്ടെ. നമുക്ക് 6ലേക്ക് പോവാം. യൂണിറ്റ് 6 adjective ആണ്. Okay, adjective phrase and adjective clause. So what is adjective? എന്താണ് adjective? നമ്മള് noun and pronoun ഇത് രണ്ടും നമ്മൾ പഠിച്ചാണ് അല്ലെ? ഓക്കെ, noun and pronoun പഠിച്ചു. എല്ലാം ക്ലിയർ ആണ്. ഒരുപാട് പ്രശ്നം റിവൈൻഡ് ചെയ്തതാണ്. അപ്പൊ എന്താണ് noun എന്നും എന്താണ് pronoun എന്നും നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോ അത് അറിഞ്ഞാല് adjective പഠിക്കാൻ സിമ്പിൾ ആണ്. adjective എന്ന് പറയുന്നത് an adjective is a word that modifies or describes a noun or pronoun. Okay, nounino pronounino പകരമായി nounനെയോ pronounനെയോ modify ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് adjective എന്ന് പറയുന്നത്. ഓക്കെ, nounനെയോ pronounനെയോ ഡിസ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് the adjective. Okay, adjective is a word that modifies or describes a noun or pronoun. Can be used to describe the qualities of someone or something. Noun എന്ന് പറയുന്നത് എന്തും ആകാം. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, എന്തും ആകാം. അത് ആരുടെയും പേരാണ് അല്ലെ. എല്ലാ വസ്തുക്കൾക്ക് നമ്മൾ പേരിട്ടിട്ടുണ്ട്. എല്ലാത്തിനും പേരുണ്ട്. അപ്പൊ noun എന്ന് പറയുന്നത് നെയിം ആണ്. Noun is a name.
ഓക്കെ, അപ്പോ എന്ത് വേണമെങ്കിലും ആകാം. അത് ഹ്യൂമൻ ബീങ്സ് ആകാം, തിങ്സ് ആകാം, ആനിമൽസ് ആകാം, എനിത്തിങ്. ഓക്കെ, ദെൻ പ്രോണൗൺ. നമ്മൾ അതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് അല്ലെ, നൗണിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ അശ്വതി എന്ന് പറയുന്ന എന്റെ പേരാണ്, ഇത് നൗൺ ആണ്. എനിക്ക് പകരം പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺ എന്താണ്? ഷീ ആണ് അല്ലെ. അപ്പൊ ഷിയോ എന്തോ ആവട്ടെ, നൗൺ അല്ലെങ്കിൽ പ്രോണൗൺ, അതിനെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ക്ലിയർ ഓർ നോട്ട്? ഇപ്പൊ പറഞ്ഞ കാര്യം മാത്രം ക്ലിയർ ആണ്. ഇനി പറയാൻ പോകുന്നത് ഇപ്പൊ ഒരു മീര എന്ന് പറയുന്നത് ഗേൾ. മീരയെ കുറിച്ച് ഇപ്പൊ മീര നമുക്കറിയുന്ന ഒരു പെൺകുട്ടിയാണ്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയുന്ന ഒരു പെൺകുട്ടിയാണ്, പ്രത്യേകിച്ച് അതിനകത്ത് പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഇനി മീരയെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയണം. എക്സാമ്പിൾ, മീര ഇസ് എ സ്മാർട്ട് ഗേൾ. മീര ഒരു സ്മാർട്ട് ഗേൾ ആണ്. ഞാൻ ഇത് മീരയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞ് മോഡിഫൈ ചെയ്തു ഞാൻ മീരയെ. കുറച്ചുകൂടി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി അല്ലെ. മീരയെ കുറിച്ച് മീര ഇസ് സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്മാർട്ട് ഗേൾ ആണ്. ഞാൻ ആ വേർഡ് യൂസ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെ. അവിടെ സാധാരണ ഒരു ഗേൾ അല്ല, ഷീസ് സ്മാർട്ട്. അത് സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് ഞാൻ അവിടെ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതാണ് അല്ലെ. അപ്പൊ മീരയെ ഞാൻ മോഡിഫൈ ചെയ്താണ്, കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്തതാണ് ഈ സ്മാർട്ട് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ മീര ഈസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുന്ന ആ സെന്റൻസിലെ മീര എന്ന് പറയുന്നത് എന്താണ്? മാം, എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അബിന എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. കയറാൻ പറ്റുന്നില്ലെന്നോ? ത്രൂ കയറാൻ പറ്റുന്നില്ലെന്നാണോ? ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറയൂ. ഓക്കെ മാം. അപ്പോ മീര എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ആ നൗണിനെ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തു? Smart. സ്മാർട്ട് എന്താണ്? Adjective. സ്മാർട്ട് ഈസ് ആൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇനി എന്തൊരു എക്സാമ്പിൾ പറയാം? She is a intelligent student among the girls, among the students. Okay, അതായത് ക്ലാസ് എല്ലാവരെക്കാളും അവിടെ കുറച്ചുകൂടെ ഇന്റലിജന്റ് ആണ്. She is an intelligent student. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു. അതിൽ അഡ്ജക്റ്റീവ് ഏതാണ്? Intelligent. ഇന്റലിജന്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോ it's a beautiful flower. It's a beautiful flower. Beautiful. Beautiful. Yeah. Then the cat is very cute. Yeah, cute. അപ്പോ നൗൺ എന്ന് പറയുമ്പോൾ എന്തും ആകാം, ഹ്യൂമൻ ബീങ്സ് ആകാം, തിങ്സ് ആകാം, അനിമൽസ് ആകാം, എന്തും ആകാം. എന്തിനേയും മോഡിഫൈ ചെയ്യാൻ നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത് അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. അഡ്ജക്റ്റീവ് ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ അഡ്ജക്റ്റീവ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. Let's make examples using the adjective. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യട്ടോ. ഗുഡ് ഓക്കെ ആണ്, പക്ഷെ എന്തായാലും വേറൊരു വാക്ക് യൂസ് ചെയ്യുന്നു കേട്ടോ. സിംഗർ പറയാം. സ്മോൾ കാർ, Dick is a smart boy. One is a great woman. Okay, one is a intelligent boy. Yeah. Clear ആയല്ലേ? അത്രയേ ഉള്ളൂ. അഡ്ജക്റ്റീവ് അത്രയേ ഉള്ളൂ കേട്ടോ.
കാര്യം മനസ്സിലായല്ലോ. ഇനി കണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അഡ്ജക്റ്റീവ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, സിമ്പിൾ. ഇനി നമുക്ക് ചാപ്റ്ററില് അഡ്ജക്റ്റീവ് മാത്രമല്ല അല്ലെ, അഡ്ജക്റ്റീവ് ഉണ്ട്, then adjective phrase and adjective clause. ഇനി നെക്സ്റ്റ് adjective phrase ആണ്. What is phrase? ഫസ്റ്റ് നമ്മൾ phrase എന്താണെന്ന് അറിയണം. A phrase is a group of words that works together in a sentence but does not contain a subject or a verb. A phrase എന്ന് പറയുന്നത് group of words ആണ്. Okay, that works together in a sentence. സെന്റൻസില് ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് എന്താന്ന് നമുക്ക് മനസ്സിലായി. ഇനി അഡ്ജക്റ്റീവ് ഫ്രേസ് എന്തായിരിക്കും? അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ വിശേഷണങ്ങളാണ്. ഇതിൽ കൂടുതൽ നമ്മള് ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അഡ്ജക്റ്റീവിനെ നോമിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായി? അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് മാറി. She is looking smart, intelligent and beautiful girl എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ, വിശേഷിപ്പിച്ചു. എന്തൊക്കെയാണ്? ഇന്റലിജന്റ് ആണ്, സ്മാർട്ട് ആണ്, ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞു അല്ലെ. 3 വേർഡ്സ് ഉണ്ട് ഏകദേശം അല്ലെ. അപ്പോ അതെന്തായിട്ട് മാറി? അത്രയും വേർഡ്സ് എന്താണ്? അഡ്ജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അഡ്ജക്റ്റീവ് ആണ്, ഓക്കെയാണ്, കറക്റ്റ് ആണ്, അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ അതെന്താണ്? അഡ്ജക്റ്റീവിലെ തന്നെ എന്തായിരിക്കും? വാക്കുകൾ കൂടുതൽ, ഒരുപാട് വാക്കുകളായി. ഒരു വാക്കല്ല ഞാൻ യൂസ് ചെയ്ത് അല്ലെ. more than one word like smart, intelligent and beautiful girl. So it's called adjective phrase. Is it clear? Example, okay. Alex is a well-behaved man. Well-behaved man. He is a man of friendly nature. She leads a very interesting life. The movie was really excellent. He is a highly skilled musician. ഇപ്പോ ഇവിടെ ഒന്നോ ഒരുപാട് വാക്ക് തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാട്ടോ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോ. ഓക്കെ, ഇങ്ങനെ വന്നാലും ഇതൊക്കെ അഡ്ജക്റ്റീവ് ഫ്രേസ് തന്നെയാണ്. ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസിലും വന്നത് ഒരുപാട് വാക്കുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇങ്ങനെ വരുമ്പോഴും അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ? അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വാക്കുകൾ കൊണ്ട് മോഡിഫൈ ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? എന്താണ് ഒന്ന് റെസ്പോണ്ട് ചെയ്തോടെ നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലായില്ല, ഒന്നും പറയൂ. മനസ്സിലായില്ല, അതിന് പറയണം, എന്നാലും എനിക്ക് അറിയാൻ പറ്റൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. നജി ഫാത്തിമ, ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ. നജിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഇപ്പൊ ക്ലാസ്സിലാണോ? ഒരു ഫ്രണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നൗഫില എന്ന് പറയുന്നത്. നൗഫില എങ്ങനെയുണ്ട്? ആളിന് എങ്ങനെയാണ്? സ്മാർട്ടാണ്. സ്മാർട്ട് ആണല്ലേ? അതൊരു അഡ്ജക്റ്റീവ് ആണ് കേട്ടോ, സ്മാർട്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ആള് ക്യാരക്ടർ എങ്ങനെയാണ്? ക്യാരക്ടർ സ്നേഹമുള്ള ആള്. മലയാളം മതി, പറഞ്ഞു. അറിയത്തില്ല. ആഹാ, കൊള്ളാം. ഫ്രണ്ടാണ്, പക്ഷെ ഫ്രണ്ടിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യും, എന്നെ കുറിച്ച് പറയും. നെഗറ്റീവോ പോസിറ്റീവോ എന്ത് തോന്നില്ല. ഇതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളം മതി, പറയൂ. ടീച്ചർ എനിക്ക് അങ്ങനെ എനിക്ക് ഒരാളെ ഇങ്ങനെ പറ്റി പറയുമ്പോ എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ നല്ല ടീച്ചറാ. നല്ല ടീച്ചറാ, അത് അഡ്ജക്റ്റീവ് ആണ്. എന്നെ വിശേഷിപ്പിച്ചതല്ലേ? അല്ലേ?
നല്ല ടീച്ചറാന്ന് പറഞ്ഞു. അപ്പൊ നല്ലത്. ഗുഡ് ഗുഡ് ടീച്ചർ. അപ്പൊ ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇനി എന്താണ്? ഗുഡ് മാത്രമേ ഉള്ളൂ? എന്താ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വാക്കുകൾ കിട്ടുന്നില്ല. അപ്പൊ മോഡിഫൈ ചെയ്യാൻ ഒരുപാട് വാക്കുകൾ വേണം അല്ലേ? അപ്പൊ ആ വാക്കുകളാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. വാക്കുകൾ. ഓക്കെ ഓക്കെ. ഇനി ആരാ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഒരു എക്സാമ്പിൾ എന്ന് പറയാം. ശ്രീലക്ഷ്മി, ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. ശ്രീലക്ഷ്മി ക്ലാസ്സിലില്ല? പോയോ? ക്ലാസ്സിൽ ആരും ഇല്ലേ? കേൾക്കുന്നില്ലേ? നിങ്ങള് ഉണ്ടോ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ എല്ലാവരും? ക്ലാസ്സിലുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്തേ. അമ്പിളി ഉണ്ട്. ഓക്കെ, അമ്പിളി പറയൂ. എന്താണ് പറയേണ്ടത് മാഡം? റെസ്പോണ്ട് ചെയ്താ ബുദ്ധോതായല്ലേ? മീരയെ കുറിച്ച് പറഞ്ഞാൽ മതിയോ? മീര ഈസ് മൈ ഡോട്ടർ. ഇതെപ്പോഴെങ്കിലും നമ്മ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോണിനെ പഠിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. മീര ഈസ് മൈ ഡോട്ടർ. ഷീ ഈസ് വെരി സ്മാർട്ട്. She is an intelligent and lovable baby. And she is very cute and pretty girl. ഇല്ല. And she is very talkative. And she is very talkative and helping mind. All good. Always. ഓക്കെ, ഇപ്പോ അമ്പിളി മീനയെ കുറിച്ച് പറഞ്ഞു. മീനയെ കുറിച്ച് പറഞ്ഞു. അമ്പിളി പറയാം. മീനയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ മീനയുടെ മകളാണെന്നാണ് മാത്രം പറഞ്ഞെന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മീനയെ കുറിച്ച് ഐഡിയ ഉണ്ടാവുമെന്നോ? ഇല്ല. ഓക്കെ, മീര എന്ന് പറയുന്നത് അമ്പിളിയുടെ മകളാണ്, അത് മാത്രം നമുക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്തു? മീര കുറച്ചുകൂടെ കാര്യങ്ങൾ അമ്പിളി കുറച്ചുകൂടെ കാര്യങ്ങൾ മീനയെ കുറിച്ച് പറഞ്ഞു അല്ലെ? മീര ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു. ഏതൊക്കെ വാക്കുകൾ യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തു? ഓക്കെ, അതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? സ്മാർട്ട് ഗേൾ എന്ന് മാത്രം പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സ്മാർട്ട് ആണ്, ടോക്കറ്റീവ് ആണ്, ലവബിൾ ആണ് അല്ലെ? അതെന്താണല്ലോ? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ? നജി ഫാത്തിമ മനസ്സിലായോ? ഇനി എക്സാമ്പിൾ വേണോ? വേണ്ട, മനസ്സിലായി. എത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, നജി ഫാത്തിമ ഷൈ പേഴ്സൺ എന്നൊക്കെ പറയാൻ മോശമാണല്ലേ? ഷൈ ആണോ നജി ഫാത്തിമ? ശരിയാണ്, ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് മാറ്റണ്ടേ? നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നോട് സംസാരിക്കൂ. ഞാൻ ഒട്ടും സംസാരിക്കാത്ത ഒരാളാണ്. നിങ്ങൾ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ലേ ഞാനൊക്കെ സംസാരിക്കാത്ത ആളാണെന്ന് അല്ലേ? ഞാനിപ്പോ ഗ്രൂപ്പില് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പം ആക്റ്റീവായി തുടങ്ങിയത്, നല്ലപോലെ സംസാരിക്കാനൊക്കെ. നല്ല ഇംപ്രൂവ്മെന്റ് ആണ്. നമ്മുടെ കോഴ്സ് കൊണ്ട് ഒരുപാട് പേരൊക്കെ എന്താണ്, എല്ലാവരും മെയിൻ ആയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് മിക്കവർക്കും ടീച്ചർ ആകണം എന്നൊരു ആഗ്രഹമാണ്. അതിലുപരി കുറച്ചുകൂടെ റിലാക്സേഷൻ ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ആണെങ്കിലും
പണ്ടത്തെ എന്താണ് കോളേജ് ലൈഫ് തിരിച്ചു കിട്ടിയൊരു ഫീൽ ആണെന്ന് എല്ലാവരും പറയും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ടിങ്, ചാറ്റിങ്, അല്ലെ? ശരിയാണോ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എപ്പോ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊരു ആക്റ്റീവായി തുടങ്ങിയെന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം. ആണോ? നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോ? ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് സംസാരിച്ചൂടെ? എല്ലാരും തമ്പാണ്. ഞാൻ പകുതിയും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. എനിക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ശരിക്കും കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിസ് ഇടയ്ക്ക് എന്തോ പറയുന്നു, ബാക്കി ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും മറുപടി പറയാത്തത്. ക്ലാസ് ഭയങ്കര സൈലന്റ് ആണ്. ഇങ്ങനത്തെ ക്ലാസ് ഇഷ്ടമല്ല, സത്യം പറയാലോ ഇഷ്ടമല്ല. സംസാരിക്കണം. ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുന്നത് ഫുൾ ടൈം ഞാൻ ഇങ്ങനെ തിയറീസ് മാത്രം എടുക്കുക അല്ലാണ്ട് ചെയ്യാം. ഇപ്പോ പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെയും ക്ലാസ് എടുത്തു, അല്ലെ? കുറച്ച് ക്ലാസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ടെക്സ്റ്റ് വായിച്ചിട്ട് ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അങ്ങനെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വല്ലതും മനസ്സിലാവും നിങ്ങൾക്ക്? ഇല്ല. ഇതിപ്പോ നിങ്ങൾക്ക് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്, പെട്ടെന്ന് ചാപ്റ്റർ കഴിയുന്നുണ്ട്. അങ്ങനത്തെ ഫീൽ തോന്നുന്നുണ്ടോ? പെട്ടെന്ന് കഴിയുന്നല്ലോ. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇത് ഞാൻ കണക്ട് ചെയ്താ പറയുന്നേ, മനസ്സിലായോ? നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചാപ്റ്റേഴ്സ് കഴിയേണ്ടിയിരുന്നേ. പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയുന്നതൊക്കെ, ശരിയല്ലേ? അതെ മിസ്. അതെ, അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇന്ററാക്ട് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിലൂടെയാണ് നിങ്ങൾ എല്ലാം പഠിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ആക്റ്റീവായി വരുന്നത് മിസ്സേ, ആ പറഞ്ഞത് ശരിയാ. അതിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങി എന്ന് പറഞ്ഞില്ലേ, അതിലൊക്കെ ഞങ്ങൾ ആക്റ്റീവ് ആണ്. അതിൽ ആക്റ്റീവ് ആണോ? ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ക്ലാസ്സിലും കൂടെ ആക്റ്റീവ് ആയിരിക്കണ്ടേ? ക്ലാസ്സിൽ ഞങ്ങള് എടുക്കലേന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചിരിക്കാണ്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ സംസാരിക്കണം. ഓക്കെ, വേറെ ഏത് ക്ലാസ്സിലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾ സംസാരിക്കണം. എനിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് എന്നോട് എനിക്ക് മറുപടി റിപ്ലൈ പറയണം. അല്ലാതെ തമ്പ് മാത്രം വന്നത് കാര്യമില്ല. ഓക്കെ, സംസാരിക്കൂ. മനസ്സിലായി എന്ന് പറയാ. ഓക്കെ, മനസ്സിലായി മിസ്സേ എന്നൊക്കെയാണെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ അത് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഇതിന്റെ കൂട്ടത്തില് ചാപ്റ്റേഴ്സ് അങ്ങനെ തിരിച്ചോളൂ. ഓക്കെ, ക്ലിയർ? അതോടെ ടൈം പോകില്ല. ഇപ്പൊ ഒരു സംസാരിച്ച് വെറുതെ സമയം വേസ്റ്റ് ആകുമല്ലോ, ഒന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ഓക്കെ, അതിപ്പോ എന്താണെന്നറിയോ, മാഡം ഇപ്പൊ ഇങ്ങനെ ക്ലാസ് എടുക്കാണ്. അപ്പൊ ഗ്രാമർ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ അത് ഞങ്ങൾ കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാണ് ചെയ്യണത്. കേട്ടില്ല. നമുക്ക് തലയിൽ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ അതില് ടെക്സ്റ്റ് നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടൊന്ന് ഇത് ചെയ്യണം, മനസ്സിലാക്കണം. മാഡം പറഞ്ഞു തന്നത് ഗ്രാമറിന്റെ കാര്യം പറഞ്ഞത്. അപ്പോ അത് ചെയ്യാണ് ചെയ്യണത്. അതൊന്നും ഇങ്ങനെ ഇതെന്താണെന്ന് മാഡം പറഞ്ഞു തന്നല്ലോ. അപ്പൊ അതിങ്ങനെ ഒന്ന് വിശദീകരിച്ചൊന്ന് നോക്കിയിട്ട് ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. പിന്നീട് കാര്യം, ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് വായിച്ചോ വായിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ ഡൗട്ട് വന്നാൽ ചോദിക്കാം. അപ്പോ അഡ്ജക്റ്റീവ് ഫ്രേസും കഴിഞ്ഞു. ഇനി അഡ്ജക്റ്റീവ് ക്ലോസുകൾ എടുത്താൽ ഈ ചാപ്റ്റർ ഇന്ന് ഞാൻ തീർക്കും. ഓക്കെ,
ഇത്രയേ ഉള്ളൂ, ചാപ്റ്റർ അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ചൊരു കാര്യങ്ങൾ പറയാം. ഇനി adjective clause. Clause എന്ന് പറയുന്നത് a group of words that contains a subject and verb. അതായത് സെന്റൻസ് ഒരു ക്ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റും വേർബും ഉണ്ടാകും. ഓക്കെ, അതും ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ് തന്നെയാണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നെയാണ്. It contains a subject and verb. Okay, there is subject verb combination ആണ് ഈ ക്ലോസ് എന്ന് പറയുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും, ശ്രദ്ധിച്ചിരിക്കുക. അതായത് I have a friend whose brother lives abroad എന്ന് പറഞ്ഞു. I have a friend, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്താണ് താമസിക്കുന്നത് അബ്രോഡ് ആണ്, പുറത്താണ് എന്താ പറയുന്നത്. നിങ്ങൾക്ക് ഈ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ ആ ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. I have a friend whose brother lives abroad. അവന്റെ ബ്രദർ അബ്രോഡിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ സെന്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് നൗണിനെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. അതായത് ഫ്രണ്ടിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, വേറെ ഒന്നിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ സെന്റൻസ് ഫസ്റ്റ് വായിച്ചു നോക്കുക. സെന്റൻസ് വായിച്ചിട്ട് അത് നൗണിനെയാണോ പ്രോനൗണിനെയാണോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്യും. ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ്. അപ്പൊ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അത് അഡ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് എന്തൊരു സംഭവമാണെന്ന് മനസ്സിലാവും. അഡ്ജക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുക. ഇനി അത് ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും തോന്നേണ്ടത് ഫ്രേസ് അല്ല അല്ലെ. I have a friend whose brother lives abroad. അത് ഫ്രേസ് അല്ലാന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ക്ലോസ് ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ. അതായത് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും. അഡ്ജക്റ്റീവ് ക്ലോസില് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും. റിലേറ്റീവ് പ്രോണൗൺ ഏതൊക്കെയാണ്? ദാറ്റ്, വിച്ച്, ഹൂ, ഹൂം, ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് ആണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സെന്റൻസ് വായിച്ച് നോക്കിയിട്ട് അത് നൗണിനെയാണോ പ്രോനൗണിനെയാണോ മോഡിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് അവിടെ ആ സെന്റൻസിൽ റിലേറ്റീവ് പ്രോണൗൺ എന്തിനുണ്ടോ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. മാം എക്സാമ്പിൾ ഒരു സെന്റൻസ് ഒന്ന് പറയോ? നിങ്ങൾ ഇവിടെ എനിക്ക് ക്ലിയർ അല്ല വേർഡ്സ് ഒന്നും. അതായത് നമ്മുടെ സ്ക്രീനിൽ ഞാൻ എക്സാമ്പിൾ നോക്കി. I visited the town where they met. അത് ഒരാളെ കുറിച്ച് അപ്പോ ഞാൻ ആ ടൗൺ വിസിറ്റ് ചെയ്തു, നമ്മൾ മീറ്റ് ചെയ്ത ആ സ്ഥലം ഞാൻ വിസിറ്റ് ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, ആ എക്സാമ്പിൾ വേണ്ട, എക്സാമ്പിൾ കൺഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഇവിടെ വേറെ ഒരു പ്ലേസിനെ കുറിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സോ അത് വിട്ടേക്കിട്ടോ, സെന്റൻസ് വേണ്ട. നെക്സ്റ്റ് നോക്കാം. The orange that he bought was delicious. The orange that he bought was delicious. ഇവിടെ സംസാരിക്കുന്ന ഈ സെന്റൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓറഞ്ച് ആണ്. അതൊരു നൗൺ ആണ് അല്ലെ, ഒരു തിങ്ക് ആണ്, ഫ്രൂട്ട് ആണ്, ഒരു നൗൺ ആണ് അല്ലെ. ഓറഞ്ച് എന്ന് പറയുന്നത് നെയിം ആണ്. ആ ഓറഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ വാങ്ങിയ ഓറഞ്ച് ഡെലിഷ്യസ് ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഓറഞ്ചിനെ കുറിച്ചല്ലേ പറഞ്ഞത് അതില്. അതെന്താണ് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കി. ഇത് നോക്കേണ്ടത് റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ നോക്കാം. നോക്കുമ്പോ ഓക്കെ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ട്. ദാറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോണൗൺ ആണ്. അതിനുശേഷം വരുന്നതാണ് ഈ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം വരുന്ന ഈ സെന്റൻസില് സബ്ജക്റ്റും വെർബും ഉണ്ടാകും. ഞാൻ പറഞ്ഞ ക്ലോസിൽ സബ്ജക്റ്റും വെർബും ഉണ്ടാകും. അപ്പൊ ദാറ്റ് കഴിഞ്ഞിട്ട് വരുന്നത് ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ബോട്ട് എന്ന് പറയുന്നത് വെർബും ആണ്. മനസ്സിലായോ? അപ്പൊ ആ സെന്റൻസ് ഏതാണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. നെക്സ്റ്റ്, the woman who was wearing a red dress. ആ വുമൺ, സ്ത്രീ ധരിച്ചിരിക്കുന്നത് റെഡ് ഡ്രസ് ആണ് അല്ലെ. എന്താണ് പറയാ ആയിരുന്നു എന്നാ പറയുന്നത്. വുമണിനെ കുറിച്ചാണ് പറയുന്നത്. വുമൺ ധരിച്ചിരിക്കുന്ന ഡ്രസ് റെഡ് ആണെന്നാ പറയുന്നത്. അപ്പൊ വുമണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് നമുക്കറിയാം വുമണിനെ കുറിച്ച് പറയുന്നത് അത് അഡ്ജക്റ്റീവ് ആണ്. ഇനി ഫ്രേസ് ആണോ നോക്കണം. ഫ്രേസ് അല്ല, നോക്കിയപ്പോ ഫ്രേസ് അല്ല. ഒരുപാട് മോഡിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനും ഒന്നും അവിടെ ഇല്ല. വേർഡ്സ് വെച്ച് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇറ്റ്സ് നോട്ട് ഫ്രേസ്. ഓക്കെ, ദെൻ നമ്മൾ നോക്കേണ്ടത് അത് ക്ലോസ് ആണോ നോക്കാം.
അപ്പോ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ട്, ഹൂ ആണ്. ദെൻ ഒരു വെർബ് ഉണ്ട്, വെയറിംഗ് എന്ന് പറയുന്നത് വെർബാണ്. മനസ്സിലായോ? അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിലേറ്റീവ് പ്രോണൗൺ ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഡൗട്ട് ആയോ? എന്താണെന്ന് വെച്ച് പറഞ്ഞേ. കുറച്ച് ഡൗട്ട് വരാൻ ചാൻസ് വളരെയുണ്ട്. പറയൂ. Is it clear or not? മിസ് മനസ്സിലാക്കിയത് മിസ്സിനോട് പറയട്ടെ, അതാണോന്നൊന്ന് മിസ് ക്ലിയർ ചെയ്യോ? ഒരു കാര്യം ചെയ്യൂ. ശ്രീലക്ഷ്മി പറയുന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ തന്നെ പറയും. അഡ്ജക്റ്റീവ് എന്താണെന്നും അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്നും അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണെന്ന് പറയും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ശ്രീലക്ഷ്മിക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ മാം, എനിക്ക് മനസ്സിലായത് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം, നൗൺ എന്താണോ ആ സെന്റൻസിലെ നൗണിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യാനോ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുക. ഇപ്പൊ നോർമൽ ഒരു സിമ്പിൾ സെന്റൻസിൽ നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞാൽ അവിടെ ഗേൾ ആണ് നൗൺ. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ബ്യൂട്ടിഫുൾ ഒരു അഡ്ജക്റ്റീവ് ആണ്. പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയില്ല മാം പറഞ്ഞതിൽ നിന്നും നമ്മൾ കുറച്ചധികം വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ആളെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് മാത്രമല്ല കുറച്ചധികം വേർഡ്സ്, ഇപ്പോൾ ഷീസ് ബ്യൂട്ടിഫുൾ, എനർജറ്റിക് ഗേൾ അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാറ്റിനെ പറയുകയാണെങ്കിൽ സ്മോൾ ക്യൂട്ട് ക്യാറ്റ് അങ്ങനെ വരികയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസും. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ എനിക്ക് മനസ്സിലായത് റിലേറ്റീവ് പ്രൊനൗൺ അവിടെ വരുന്നുണ്ടോന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ ഹൂ, ഹൂസ് അങ്ങനെ വേറൊരാളെ പറ്റി നമ്മൾ പറയുന്നതാണല്ലോ ഈ റിലേറ്റീവ് പ്രൊനൗൺ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു വേർഡ് ഒരു സെന്റൻസിൽ വരികയും അതിൽ നമ്മളൊരു അഡ്ജക്റ്റീവ് കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിരിക്കും. ഇതാണ് മാം എനിക്ക് മനസ്സിലായേ. ഓക്കെ, ഇപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ സെന്റൻസിൽ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ദ ബുക്ക് ദാറ്റ് ഐ റീഡ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ദ ബുക്ക് ദാറ്റ് ഐ റീഡ് ലാസ്റ്റ് നൈറ്റ്, ബുക്കിനെ കുറിച്ചാണ് അല്ലെ. ബുക്കിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ബുക്ക് എന്ന് പറഞ്ഞൊരു നൗൺ ആയതുകൊണ്ട് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി നോക്കിയിട്ട് ആ സെന്റൻസിൽ റിലേറ്റീവ് പ്രോണൗൺ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? അപ്പൊ സെന്റൻസ് എന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി ആരെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്ത്, എല്ലാവരും പ്രസന്റ് ചെയ്ത്. മനസ്സിലായി മാം, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ. ഒരാൾക്ക് മനസ്സിലായത് ധാരാളമാണ്. കാരണം നിങ്ങൾക്ക് പരസ്പരം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ തന്നെ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആരാ ഒന്ന് പ്രസന്റ് ചെയ്യും ക്ലാസ്സിൽ? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് പ്രസന്റ് ചെയ്യുന്നത്. മിസ്സേ, ഞാനൊന്ന് പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് കേട്ടത്. ഇപ്പൊ ലാസ്റ്റ് ശ്രീലക്ഷ്മി പറഞ്ഞാണ് ഇപ്പൊ ശരിക്കും കേട്ടത്. മിസ്സിനോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് കണക്ഷൻ പ്രോബ്ലം ആണ്. അപ്പം മനസ്സിലാതെ വെച്ച് പറയാം. ആദ്യമേ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്നാണ് പറഞ്ഞത്. അല്ല, അഡ്ജക്റ്റീവ് എന്താന്ന് നൗണിനെയോ പ്രോനൗണിനോ പകരമായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്. ഇപ്പൊ എക്സാമ്പിള്, ഇപ്പൊ മീര ഈസ് എ സ്മാർട്ട് ഗേൾ. അതിലെ ഗേള് നൗണ്, അതിലെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത വേർഡാണ് സ്മാർട്ട് അഡ്ജക്റ്റീവ്. പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് ആ ഒരു സെന്റൻസിനെ മോഡിഫൈ ചെയ്യുന്നത്. മീര ഈസ് എ സ്മാർട്ട് ഗേൾ ആൻഡ് ഷീ ഈസ് വെരി ഇന്റലിജന്റ്, അങ്ങനെ 1-2 വാക്കുകൾ കൊണ്ട് മോഡിഫൈ ചെയ്തത് അഡ്ജക്റ്റീവ് ഫ്രേസ്. പിന്നെ അഡ്ജക്റ്റീവ് ക്ലോസ് മാം പറഞ്ഞ ഒന്നും ഞാൻ കേട്ടില്ല. ശ്രീലക്ഷ്മി പറഞ്ഞതിന്റെ കുറച്ചാണ് കേട്ടേക്കുന്നത്. റിലേറ്റീവ് പ്രോനൗൺ വെച്ചായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അത്രേ അതെനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോനൗൺ വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടോ? അത്രയും മാത്രമേ ഉള്ളൂ അതിനെ കുറിച്ച്, അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ച് മാം പറഞ്ഞിട്ടുള്ളൂ. അല്ല, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് നമുക്ക് തരും. അത് അതായത് ഇപ്പോ ഐഡന്റിഫൈ ദ ഫ്രേസ് എന്ന് പറഞ്ഞ ഐഡന്റിഫൈ ദ
സെന്റൻസ് എന്ന് പറഞ്ഞ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. എന്നിട്ട് 4 ഓപ്ഷൻസ് തരും ചിലപ്പോ. അതില് ചിലപ്പോ വേറെ എന്തിനെ കുറിച്ച് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നതായിരിക്കാം. നിങ്ങൾ അല്ല ചെയ്യേണ്ടത് അപ്പോഴില്ലേ മിസ്സേ അതിന്റെ അകത്ത് ഈ റിലേറ്റീവ് പ്രോനൗൺസിന്റെ ഈ ഇപ്പൊ ഹൂവോ വിച്ചോ ദാറ്റോ അതൊക്കെ ഉണ്ടോന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ടാണോ ശരിക്കും അതാ പറയുന്നേ. കാരണം ആദ്യം ചെയ്യേണ്ടത് സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് ആ സെന്റൻസ് അഡ്ജക്റ്റീവ് ആണോ നോക്കാം. മനസ്സിലായോ? അഡ്ജക്റ്റീവ് ആണോ നോക്കുന്നത്, നൗണോ പ്രോനൗണിനെ കുറിച്ചാണോ സെന്റൻസിൽ പറയുന്നത് നോക്കാം. ഓക്കെ, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ ഫ്രേസ് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഫ്രേസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് വാക്കുകൾ കൊണ്ട് അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകില്ല. അപ്പൊ ഫ്രേസ് അല്ലെന്ന് മനസ്സിലാവും. അപ്പോ പിന്നെ നോക്കേണ്ടത് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ നോക്കേണ്ടത് എന്താണ്, റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ അത് ക്ലോസ് ആണ്. ഫ്രേസ് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായി, അത് ഫ്രേസ് അല്ല എന്ന് മനസ്സിലായെങ്കിൽ അത് ഒബ്വിയസ്ലി എന്താണ്, ക്ലോസ് ആണ്. അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് എന്നെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ആസ് എ ടീച്ചർ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയാം. ഞാൻ എടുക്കുന്ന എന്റെ ടീച്ചിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയാം. ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും. നല്ല ടീച്ചറാണ് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലാതെ നിങ്ങൾക്ക് എന്താ പറയാ, മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കാൻ ഇംഗ്ലീഷ് ടീച്ചർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. നിങ്ങൾക്ക് 2 രീതിയിൽ പറയാലോ. നല്ല ടീച്ചറാണ്, ടീച്ചറെ കുറിച്ച് ഫ്രണ്ട്ലി ആണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, കുറച്ചുകൂടി ഞങ്ങൾ തമ്മിൽ ബോണ്ടിങ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അത് എന്നെ കുറിച്ച് പറയുന്നതാണ് നിങ്ങൾ, അല്ലേ? ആസ് എ പേഴ്സണെ കുറിച്ച് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ പിന്നെ ചോദിക്കുന്ന ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് ചോദിക്കും. ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്, ഞാൻ എടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളോട്, ടീച്ചർ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, ടീച്ചർക്ക് മനസ്സിലാകുന്നുണ്ട്. അത് പറയുന്നത് എന്നെ കുറിച്ചാണോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ചിട്ടാണോ, ഞാൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണോ? ഇതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. പിന്നെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. മനസ്സിലായോ? അപ്പൊ 2 രീതിയിൽ നമുക്ക് സെന്റൻസ് കിട്ടും. ഒരാളെ കുറിച്ച് പറയുന്നതും ആളെ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയുന്നതും സെന്റൻസ് ഉണ്ടാവും. അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആളെ കുറിച്ച് പറയുന്നതാണോ എന്നാണ്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് അഡ്ജക്റ്റീവ് ആണ്. ആളെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. അത് ഒന്നിൽ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ആളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഫ്രേസ് ആണ്. ഓക്കെ, ഇനി അങ്ങനെ അതല്ല, അവിടെ റിലേറ്റീവ് പ്രോണൗൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ 6th ചാപ്റ്റർ ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് 6th ചാപ്റ്റർ. ദെൻ ഞാൻ അതിലൂടെ കണക്ട് ചെയ്ത് പറയുകയാണേ. ദെൻ നമുക്കൊരു ആഡ്വേർബ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, യൂണിറ്റ് 8. ഇതിൽ പറയുന്നത് ഒരു പ്രവൃത്തിയെ കുറിച്ചാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ സെയിം എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത് ഒരു പ്രവൃത്തിയെ കുറിച്ചാണ്. ഓക്കെ, നമ്മള് അഡ്ജക്റ്റീവില് ഒരു വ്യക്തിയെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ആഡ്വേർബില് ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് പറയാം. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി, അവള് നന്നായിട്ട് പാടി. പാട്ടിനെയാണ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ആ ബ്യൂട്ടിഫുൾ എന്താണ്? ആഡ്വേർബ് ആണ്. അത് ഒന്നോ അതിൽ കൂടുതലോ പ്രാവശ്യം വേർഡ് യൂസ് ചെയ്തിട്ട് ആ വെർബിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ്വേർബ് ഫ്രേസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. അത് ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലെ കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഒബ്ജക്റ്റീവ് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? കാരണം ഇവിടെ വെറുതെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അവരുടെ ചാർജ് എടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോ യൂണിറ്റ് 6 ക്ലിയർ ആണ്. ഇത് നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അറിയാത്തവര് പരസ്പരം ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ? എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം മിസ്സേ, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അതിന് കൂടെ എന്റെ ഈ അഡ്ജക്റ്റീവിന്റെ ഈ നോട്ടും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ഇല്ലേ? ക്ലാസ് ഓക്കെ ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് ഉണ്ടായില്ലല്ലോ. എക്സാമ്പിൾസ് വരുന്നതൊന്നും നമുക്ക് പഠിക്കണ്ടേ? അപ്പോ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം.
അപ്പോ ഒബ്ജക്റ്റീവ് എന്താണെന്നും ഫ്രേസ് എന്താണെന്നും മനസ്സിലായി. നിങ്ങൾ തന്നെ ഫോർ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ക്ലോസ് നിങ്ങൾക്ക് ഒരുപാട് സെർച്ച് ചെയ്താൽ ക്ലോസ് കിട്ടും. പിന്നെ എന്റെ നോട്ട്സിൽ കുറച്ച് ക്ലോസ് ഉണ്ട്, ക്ലോസിന് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ. അത് മാത്രമല്ല നിങ്ങളുടെ ടെക്സ്റ്റില് കുറച്ച് ക്ലോസിന് എക്സാമ്പിൾസ് ഉണ്ട്. അത് നോക്കാം. എന്നിട്ട് പിന്നെ കുറച്ചുകൂടി നിങ്ങൾ റെഫർ ചെയ്യാം. ഗ്രൂപ്പിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയാം. അങ്ങനെ സ്വന്തം നിങ്ങൾ തന്നെ കുറെ ഡിസ്കസ് ചെയ്ത് റെഫർ ചെയ്ത് എന്താണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കാം. ടീച്ചറാണ് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഇതൊക്കെ എടുക്കേണ്ടി വരും, കുഞ്ഞുമക്കൾക്ക് എടുക്കേണ്ടി വരും. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആ രീതിയിൽ വേണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഓക്കെ. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇപ്പോ? ബാക്കി നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്ത് റെഫർ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഒരിക്കലും ബയാട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഞാൻ എങ്ങനെ ചോദിച്ചാലും അല്ല ആരെങ്കിലും ചോദിച്ചാലും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അത് നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് ആ ടൈമില് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും അല്ലെ? അത് നിങ്ങൾ ആ സമയത്ത് കിട്ടുന്ന എക്സാമ്പിൾസ് വെച്ചായിരിക്കും പറയാം. അല്ലാതെ കാണാപ്പാടാൻ പഠിച്ചായിരിക്കില്ല പറയാം. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ വേണം പഠിക്കാൻ. ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അത് പറയാൻ പറ്റണം. ആ സമയത്ത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്തി അപ്പൊ പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അത്രത്തോളം തന്നെയൊക്കെ മനസ്സിലാക്കിയിരിക്കണം അല്ലെ? ആ രീതിയില് പഠിച്ചു പോകാം. ഒന്നും നാളത്തേക്ക് വെക്കരുത് കേട്ടോ. നാളെ ആവട്ടെ, നാളെ പഠിക്കാം. ഫ്രൈഡേ ആണ്, ക്ലാസ് ഇല്ല, നാളെ ആവട്ടെ, അങ്ങനെ ചിന്തിക്കരുത്. ക്ലാസ് കഴിഞ്ഞു, ഇപ്പോ തന്നെ നിങ്ങൾക്ക് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നോട്ട്ബുക്കിൽ എഴുതി വെക്കാം, മനസ്സിലാവുന്ന എഴുതി വെക്കാം. കാരണം അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പൊ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അല്ലെ? ഇനി നാളെ ആവുമ്പോൾ കുറച്ചൊക്കെ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം ക്ലിയർ ആക്കാം. പഠിച്ചു പോകാം. അന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോകാം. ഓക്കെ. ഓക്കെ ആണോ? ഇല്ല. ഓക്കെയാണ് മാം. ഓക്കെയാണ്. ഓപ്പോസിറ്റ് ഇത്രയും ഒരു ആക്റ്റീവായിട്ട് ആളെ നിന്നിട്ട് തിരിച്ചു വരുന്ന റിപ്ലൈ ഭയങ്കര ശോകമാണ് കേട്ടോ. മിസ് ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർ വിചാരിച്ചാൽ പോരല്ലോ മിസ്സേ. എല്ലാരും ഒരുപോലെ വിചാരിച്ചാലല്ലേ ഒരു ടീച്ചർക്ക് ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റൂ. ആ അതാണ്. ആരും ഞാൻ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംസാരിക്കണ്ടേ? എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഒരാള് ഇപ്പൊ പൊതുവെ റേഡിയോ പോലെയാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ജസ്റ്റ് തമ്പ് മാത്രമേ കേറുന്നു. ഓക്കെ. എല്ലാ ക്ലാസ്സിലും ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ എപ്പോഴും. MT ലെവൽ എന്ന് പറയുന്ന ഒരു ഈ ക്ലാസ് ആക്റ്റീവ് അല്ല എന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത്. ഓക്കെ. അപ്പൊ അത്രയും കൊള്ളു. നമുക്ക് സൈൻ ഔട്ട് പറയാം. ഫൈൻഡ് അപ്പ് ചെയ്യാനുണ്ട്. സൈൻ ഔട്ട് ആരാ? ഞാൻ പറയാം മിസ്സേ. ഓക്കെ. ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അഡ്ജക്റ്റീവിനെ പറ്റിയിട്ടും പിന്നെ ആഡ്വർബ് എന്താന്ന് മിസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അപ്പൊ ആദ്യം അഡ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു. നമ്മളൊരു നൗണിനെയോ പ്രൊനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മാം പറഞ്ഞത് അഡ്ജക്റ്റീവ് ഫ്രേസസിനെ പറ്റിയിട്ടാണ്. ഒരു സെന്റൻസ് അല്ലാതെ നമ്മൾ കുറച്ചധികം വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസസിൽ വരും. പിന്നെ പറഞ്ഞത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അതിൽ ആദ്യം ഒരു സെന്റൻസിൽ നൗൺ ഉണ്ടോ നോക്കുക. പിന്നെ ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോനൗൺ വെച്ചിട്ടാണോ എന്ന് നോക്കുക. അങ്ങനെ ഒരു പ്രോനൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന്. പിന്നെ മാം പറഞ്ഞത് ആഡ്വർബിനെ പറ്റിയിട്ടാണ്. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എങ്കിൽ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് ആഡ്വർബ് എന്ന് പറയുക. അവിടെ നമ്മളൊരു വ്യക്തിയെ അല്ല, അതിന് പകരം ആ വ്യക്തിയുടെ പ്രവൃത്തിയെ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് ആഡ്വർബ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ മാം അത് പറഞ്ഞു തന്നു. താങ്ക് യു മാം ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ലിസണിങ്. താങ്ക് യു ആൻഡ് സീ യു. താങ്ക് യു. ആഡ്വർബിന്റെ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം കേട്ടോ. ആഡ്വർബ് നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ. അപ്പോ താങ്ക് യു ഓൾ. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.